ടു റിലീഫ് വേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ജനുവരി മാസം രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചൊവ്വ നൽകുന്ന ഈ രാജയോഗം ഏതെല്ലാം രാശിക്കാർക്കാണ് ഭാഗ്യമുണ്ടാകുക എന്നാണ് നമുക്ക് നോക്കാം. ജനുവരി മാസം രൂപപ്പെടുന്ന രാജയോഗങ്ങളിലെ വളരെ ശക്തമായ രാജയോഗമാണ് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ സേനാപതിയാണ് ചൊവ്വ. ചൊവ്വ സൃഷ്ടിക്കുന്ന ഈ യോഗം 45 ദിവസങ്ങൾക്ക് ശേഷമാണ് ചൊവ്വയിലെ ഈ മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഗ്രഹങ്ങൾ സഞ്ചാരത്തിനിടെ മറ്റ് ഗ്രഹങ്ങളുമായി കണ്ടുമുട്ടുകയും അവയുടെ ദൃഷ്ടി പതിക്കുകയും ചെയ്യും. മകരസംക്രാന്തി ദിനത്തിൽ ചൊവ്വയും വരുണഗ്രഹവും പരസ്പരം 120 ഡിഗ്രി കോണളവിൽ വരുന്നു. ഇത് നവപഞ്ചമി രാജയോഗം സൃഷ്ടിക്കുന്നു. വളരെ ശക്തമായ ഒരു യോഗം തന്നെയാണിത്. ചില രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം ദോഷഫലങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ചില രാശിക്കാർക്ക് ഈ യോഗം അത്ര വലിയ നേട്ടങ്ങളിലേലും ചെറിയ തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് നല്ല സൗഭാഗ്യങ്ങളും നൽകുന്നു. ജനുവരി 13 പുലർച്ചെ 2:37 ഈ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് വരുണഗ്രഹം. 12 രാശികളിലും വരുണഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട്. ജാതകത്തിൽ വരുണഗ്രഹം ശുഭസ്ഥാനത്താണെങ്കിൽ അവർക്ക് ഭാഗ്യം സിദ്ധിക്കും. ഒരു രാശിയിൽ 14 വർഷമാണ് വരുണഗ്രഹം സഞ്ചരിക്കുക. ഇപ്പോൾ മീനൻ രാശിയിലാണ് വരുണഗ്രഹം ഉള്ളത്. ഈ മാറ്റങ്ങൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ രാശിയാണ് കർക്കിടക രാശിക്കാർ. കന്നി രാശി, തുലാം രാശിക്കാർ ഇവർക്കാണ് ഇതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത്. കർക്കിടക രാശി പൂർണ്ണാർദ്ധം പൂയം ആയില്യ നക്ഷത്രം. നവപഞ്ചമ യോഗം ഇവർക്ക് ഗുണങ്ങളാണ് കൊണ്ടുതരിക. ഈ സമയത്ത് കർക്കിടക രാശിക്കാർക്ക് അനുഭവങ്ങൾ കൂടുതലുണ്ടാകും. എല്ലാ മേഖലകളിലും വിജയവും സംതൃപ്തിയും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യത്തോടുകൂടെ തന്നെ പങ്കുകൊള്ളും. സമൂഹത്തിൽ ഇവരുടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം ഗുണകരമാണ്. കന്നി രാശിയിൽ ജനിച്ച ആളുകൾക്ക് നവപഞ്ചമയോഗവും ഗുണം ലഭിക്കുന്നുണ്ട്. അവർക്കും ഇവരുടെ പല ആഗ്രഹങ്ങളും ഈ രാജയോഗത്തിൻ്റെ ഫലമായി പൂവണിയും. കോടതിയിൽ എന്തെങ്കിലും കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അനുകൂല വിധി ഉണ്ടാകും. യാത്രകളോട് താല്പര്യം വർദ്ധിക്കും. ജോലിയിൽ പരിശ്രമങ്ങൾ വിജയം കാണും. അർഹിക്കുന്ന ഫലം ലഭിക്കും. പാരമ്പര്യ സ്വത്ത് വഴിയോ ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെയോ ധാരാളം പണം കയ്യിലെത്തും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനമുണ്ടാവാൻ അനുയോജ്യമായ കാലയളവ് തന്നെയാണ്. പ്രണയ ജീവിതം സന്തോഷകരമാകും. പങ്കാളിയുമൊത്ത് സന്തോഷത്തോടെ ഇടപഴകുകയും ചെയ്യും. തുലാം രാശിക്കാരിൽ ജനിച്ചവർക്ക് ഈ നവപഞ്ചമ യോഗവും നേട്ടം തന്നെയാണ് ഇവർക്കും ഉണ്ടാകുന്നത്. ഇവർക്ക് ഈ രാജയോഗത്തോടെ ജീവിതത്തിൽ പല സന്തോഷങ്ങൾ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടതായി വരും. പക്ഷേ അത് കരിയറിനെ വളരെ ഗുണം ചെയ്യും. ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നെത്തും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടം തരുന്ന സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സുകളും ജോലികളും നേട്ടങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു അവസരം തന്നെയാണ് രാശിക്കാർക്ക് വന്നു ചേരുന്നത്.